ഇന്ന് ഓൺലൈൻ മയമായതുകൊണ്ടും യൂട്യൂബിന്റെ ഇൻകം പ്രതീക്ഷിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉസ്താദുമാരുടെ സ്വൈരവിഹാരമാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ഖുർആൻ പറയാനില്ല, ഹദീസുകൾ പറയാനില്ല, കർമ്മശാസ്ത്ര ഗ്രന്ഥം പറയാനില്ല. വിശ്വാസം, സ്വഭാവം, കർമ്മം, ചരിത്രം, ഖുർആൻ, ഹദീസ്, ഖുർആൻ വ്യാഖ്യാനങ്ങൾ, ഉലൂമുൽ ഖുർആൻ, ഉസൂലുൽ ഖുർആൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മുസ്ലിം സമുദായത്തെ ഒന്ന് ബോധവൽക്കരണം ചെയ്യാൻ. ഇന്ന് അതൊന്നും വില പോകത്തില്ല എന്ന് അവർക്കും അറിയാം. കാരണം ഇന്ന് ആർക്കാ ഇതൊക്കെ ആവശ്യമുള്ളത്? ഖുർആനും ഹദീസും നോക്കി ജീവിതം ചിട്ടപ്പെടുത്തുന്ന എത്ര മുസ്ലിങ്ങളെ ഇവർക്ക് അറിയാം. നമുക്ക് പരിചയമൊന്നും ഇല്ല കേട്ടോ. കാരണം സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ഇസ്ലാമിനെ പലപ്പോഴും വിൽക്കുന്ന മുസ്ലിം പുരോഹിതന്മാരെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോഴിതാ ആരിഫ് തന്നെയാണ് വീണ്ടും താരമായി വരുന്നത്. മതം വിട്ട് മനുഷ്യനായി എന്ന് പറഞ്ഞ ആരിഫ് സ്വന്തം മാതാവിനെ എന്തിനാണ് ജിഹാദി മാതാവ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മുടെ റഫീഖ് സലഫി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അല്ല, സലഫിയോടൊന്ന് ചോദിക്കട്ടെ, ഇസ്ലാമിന്റെ വിശാലമായ മാനവികതയിലേക്ക് കുതിച്ചു ചാടിയ, കേരളത്തിൽ വലിയ രൂപത്തിൽ വിപ്ലവമുണ്ടാക്കിയ മതമാറ്റമായിരുന്നല്ലോ അഖില ഹാദിയയുടേത്, അല്ലേ? കാഫിറായിട്ടുള്ള സ്വന്തം മാതാവ് മരിച്ചപ്പോൾ രണ്ടാം കെട്ടിയോനോ മൂന്നാം കെട്ടിയോനോ സ്റ്റെപ്പിനെയോ ഏവനോ ആകട്ടെ സ്വന്തം മാതാവിന്റെ മുഖം ഒരു നോക്ക് കാണാൻ വിടാത്തതിന്റെ പേര് മാനവികത എന്നാണോ, മനുഷ്യത്വം എന്നാണോ, കാരുണ്യം എന്നാണോ? എവിടെയായിരുന്നു സലഫി? കണ്ടില്ല. പറയുമ്പോ നമ്മൾ എല്ലാം പറയണ്ടേ? ആരിഫിന്റെ തട്ട് താഴ്ന്നിരിക്കുമെന്ന് പറഞ്ഞ് ചാടിക്കേറാമെന്ന് വിചാരിക്കല്ലേ. ഇന്ന് ആരിഫാണെങ്കിൽ നാളെ ഞാൻ, അത്രേ ഉള്ളൂ. ഈ വിഷയത്തിൽ ഞാൻ കുറച്ച് മുമ്പിലായിരുന്നു. കാരണം എൻ്റെ ഉമ്മച്ചി ആദ്യം മരിച്ചത്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആരിഫിന്റെ ഉമ്മ മരിച്ചത്. എൻ്റെ ഉമ്മച്ചിയുടെ മയ്യത്ത് വെച്ച് വില പേശാൻ നല്ലതുപോലെ ആളുകൾ ശ്രമിച്ചു. ഞാൻ തന്ത്രപൂർവം ഒരു വിഷയമുണ്ടാകാതെ, എൻ്റെ ഉമ്മച്ചി എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കൊണ്ട് ഒരു വിഷയമുണ്ടാക്കാതെ ഞാനായിട്ട് ഒഴിഞ്ഞു മാറിയതാ. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇസ്ലാമിന്റെ വിശാലമായിട്ടുള്ള മാനവികതയെ കുറിച്ച് പറയുമ്പോൾ 16 ഗുളിക ഒരു ദിവസം തിന്ന ആ മാതാവ് അവസാനം കൊടുത്ത ഇന്റർവ്യൂവിൽ അഖില ഹാദിയയുടെ അമ്മയായിട്ടുള്ള പൊന്നമ്മ എന്ന സ്ത്രീ പറഞ്ഞത്, എൻ്റെ മകള് വന്ന് എന്നെ ഒന്ന് കണ്ടാൽ ഒരു ഗുളിക പോലും വേണ്ടി വരില്ല, ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നാ പറഞ്ഞത്. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, അവരെ തിരിഞ്ഞു നോക്കിയില്ല. മയ്യത്ത് പോലും ഒരു നോക്ക് കാണാൻ വരാത്ത വിശാല മാനവികതയുടെ മാതൃകയുമായിട്ട് ഇങ്ങോട്ട് വരല്ലേ സലഫി? ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലി. ഈ പോസ്റ്റ് ആരുടേതാണെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ആരിഫ് ഹുസൈൻ എന്ന നിരീശ്വരവാദി മതനിഷേധി സ്വന്തം മാതാവ് മരണപ്പെട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റാണിത്. ആ മാതാവിന് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്താണ് ഈ പോസ്റ്റ് അറിയിക്കുന്നത്? വളരെ വ്യക്തമാണ്. പകൽ വെളിച്ചം പോലെ എല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണിത്. മതത്തെയും മൂല്യങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് അവസാനം ഒരു മനുഷ്യൻ എവിടെ എത്തും? മതത്തിൽ എന്ത് മൂല്യങ്ങളാണുള്ളത്? മതത്തിൽ മൂലമുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് മലദ്വാർ ഗോൾഡുകളൊക്കെ ഉണ്ടാകുന്നതും കുട്ടികളെ മദ്രസകളിൽ വെളിച്ചെണ്ണ പ്രയോഗം നടത്തുന്ന ദിനേനയുള്ള 10ഓളം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതും. അപ്പൊ അതുണ്ടെന്നറിയാം. പിന്നെ പരലോകത്താണെങ്കിൽ മലദ്വാരമില്ല എന്നാണ് ഉസ്താദുമാര് പ്രസംഗിച്ച് നടക്കുന്നത്. ഈ രണ്ട് വിഷയത്തിലും മതത്തിൽ ഏത് വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നത് വ്യക്തമാണ്. അപ്പോൾ മതമൂല്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്ന് നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന മൂല്യങ്ങളും തള്ളാൻ പറ്റുന്ന മൂല്യങ്ങളും എന്തൊക്കെയാണെന്നും ഒന്ന് വിശദീകരിക്കണേ ഒരു ക്ലാസ്സിൽ നിൽക്കുന്നു എന്നതിന്റെ അനേകായിരം ഉദാഹരണങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ആരിഫ് ഹുസൈന്റെ ഈ പോസ്റ്റ്. ഈ പോസ്റ്റിന് താഴെ പലരുടെയും കമന്റ് ഞാൻ വായിക്കുകയുണ്ടായി. പലരും പറയുന്നത് മൃഗമായി, ഇദ്ദേഹം ഒരു മൃഗമാണ് എന്നൊക്കെയാണ്. പക്ഷെ ആ പദപ്രയോഗത്തോട് ഞാൻ വിയോജിക്കുക. അല്ല, അങ്ങനെ പറയാൻ വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. കാരണം സ്വന്തം മാതാപിതാക്കളോട് ഏത് രൂപത്തിലുള്ള കടമകളാണ് നിങ്ങൾ നിർവഹിക്കുന്നത് എന്ന് നമുക്കും അറിയാം. നിങ്ങൾ ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ വിമർശനങ്ങൾ ഉണ്ടല്ലോ, ഇതൊന്നും വില പോകത്തില്ല ഉസ്താദെ. മലപ്പുറത്ത് 100 കണക്കിന് വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തം മക്കളുടെ വയറ്റിൽ ബീജമുണ്ടാക്കി കൊടുക്കുന്ന പിതാവിന്റെ വാർത്തകൾ നമ്മൾ വായിക്കുന്നു. സ്വന്തം മക്കളെ ഉസ്താദുമാരായിട്ടുള്ള സഹപ്രവർത്തകർക്ക് കൂട്ടിക്കൊടുക്കുന്ന ഉസ്താദുമാരുടെ വാർത്തകൾ നമ്മൾ വായിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കശക്കിയെറിയുന്ന കാപാലികന്മാരായിട്ടുള്ള കാമഭ്രാന്തന്മാരുടെ വാർത്തകൾ നമ്മൾ വായിക്കുന്നു. അതിനേക്കാൾ മൃഗമാണോ സ്വർഗത്തിന് വേണ്ടിയും പരലോകത്തിന് വേണ്ടിയും നാളെ കിട്ടാത്ത
ഉണ്ട് എന്ന് ഉറപ്പില്ലാത്ത ഒരു പരലോക ജീവിതത്തിന് വേണ്ടിയൊക്കെ സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ ഉമ്മയെ കുറിച്ച് പറയാൻ ആരിഫിന് റൈറ്റ്സ് ഉണ്ട്. ആരിഫിന്റെ ഉമ്മയാ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മൃഗങ്ങളുടെ അതല്ലെങ്കിൽ ജന്തുജാലങ്ങളുടെ ലോകത്തും വൈകാരികമായ ചില ബന്ധങ്ങളുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർ, അവരെ പോറ്റി വളർത്തിയവർ, അവർക്ക് ഭക്ഷണം കൊടുത്തവർ, അവർക്ക് എല്ലാമായി വർത്തിച്ചവർ വേർപിരിയുമ്പോൾ, വിട പറയുമ്പോൾ, മരണപ്പെടുമ്പോൾ മൃഗങ്ങളും കരയാറുണ്ട്, ദുഃഖിക്കാറുണ്ട്. നിങ്ങൾ ഈ കാണുന്ന കാഴ്ച, യജമാനൻ മരണപ്പെട്ടപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്ന ഒരു ഡോഗിന്റെ ചിത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മൃഗങ്ങളുടെ ലോകത്ത് പോലും നമ്മൾ കാണുന്നത്. എന്നാൽ അതുപോലും ഈ നിരീശ്വരവാദ ലോകത്ത്, ആരിഫിനെ പോലെയുള്ള ആളുകളുടെ ലോകത്ത് നമ്മൾ കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നിരീശ്വരവാദവും നാസ്തികത്വവും മതനിഷേധവും ഒക്കെ മനുഷ്യനെ എവിടെ എത്തിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ പോസ്റ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി കുറെ വിശദീകരണങ്ങളൊക്കെ ആയി ഇയാൾ വന്നിട്ടുണ്ട്. എന്ത് വിശദീകരണങ്ങളുമായി നിങ്ങൾ വന്നാലും, എന്ത് തന്നെ സങ്കീർണമാണെങ്കിലും നമ്മളെല്ലാവരും ആ വിശദീകരണത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഗഡ്സില്ല ഉസ്താദെ. ഒരാൾ മരിച്ചാൽ മയ്യത്ത് വെച്ച് വിലപേശുന്ന നിങ്ങളെ പോലെയുള്ള കാപാലികന്മാർക്കുള്ള താക്കീതാണത്. മനസ്സിലായില്ലേ? ഖബർ വെച്ചിട്ടും പരലോകം വെച്ചിട്ടും മയ്യത്ത് വെച്ചിട്ടും ആളുകളെ ഭീഷണിപ്പെടുത്തി ഒരു ലോജിക്കുമില്ലാത്ത, ഒരു മാനവികതയുമില്ലാത്ത, ജനാധിപത്യ മൂല്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മതത്തിൽ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തത്രപ്പാടാണിത്. നിങ്ങളുടെ ഈ മതത്തെയും മതകിങ്കരന്മാരായിട്ടുള്ള ഗുണ്ടകളെയും പേടിച്ചിട്ടാണ് ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ ഞങ്ങളെപ്പോലും വെറുക്കുന്നു എന്ന് വാക്കാലെങ്കിലും പറയാൻ കാരണം. നിങ്ങളെ ഭയന്നിട്ട് നിങ്ങൾ അവസാനം ഇവരുടെ ശവം പോലും പിച്ചി കീറി തിന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് കൊണ്ട്. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് തന്നെ ആശയ സംഘടനകളുണ്ടെങ്കിലും, എന്ത് തന്നെ പ്രയാസങ്ങളുണ്ടെങ്കിലും, സങ്കീർണതകളുണ്ടെങ്കിലും, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് പൊതുവായി. അല്ല ഉസ്താദെ, സുന്നി ഉസ്താദുമാരൊന്നും പറഞ്ഞ നിങ്ങൾ കേട്ടില്ലായിരുന്നു? ഒരാൾ മരിച്ചു, ആ മരിച്ചത് മുജാഹിദ് പ്രവർത്തകരുടെ മയ്യത്താണെങ്കിൽ അത് പരിപാലിക്കാൻ സുന്നി മുസ്ലിയാക്കന്മാർക്ക് ഒരു അവസരം കിട്ടിയാൽ അത് വലിച്ച് കബറിലേക്ക് എറിഞ്ഞേക്ക്, അതിന് വേണ്ടുന്ന പരിഗണനയൊന്നും കൊടുക്കണ്ട എന്നൊക്കെ ഉസ്താദുമാര് പറഞ്ഞു എന്ന് നിങ്ങൾ ആരും കേട്ടില്ല. പോട്ടെ, കബറിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാരുടെ ഒരു മയ്യത്ത്, അതിന്റെ മുമ്പിൽ നിന്നിട്ട് പ്രവാചകൻ ആ കബറിന് ചുറ്റും നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്നു, നിങ്ങളിൽ ആരാണ് ഇന്നലെ ഭാര്യയുമായി ബന്ധപ്പെടാത്തവൻ? ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവനോട് കബറിനകത്തിറങ്ങി ബലാത്കാരം ചെയ്യാൻ പറഞ്ഞല്ലോ. അത്രയ്ക്കൊന്നും ആരിഫ് ചെയ്തിട്ടില്ലല്ലോ. ശവഭോഗത്തെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതത്തിന്റെ മാനവികതയുമായിട്ട് ഉസ്താദെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ബോധമാണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ഒരു ബോധമാണ് അത് എന്ന് നമുക്കറിയാലോ. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് ആശയപരമായി ഉസ്താദെ, പാകിസ്ഥാനിലൊക്കെ കബറുകൾക്ക് പൂട്ടിടുക എന്തെന്നറിയാമോ? മയ്യത്ത് കൊണ്ടുപോകുന്നു ബലാത്കാരം ചെയ്യാൻ. കഴിഞ്ഞ ദിവസം 2 കാക്കാമാരെ പിടിച്ചത് കണ്ടിരുന്നു, അഫ്ഗാനിലെ സംഭവം. മയ്യത്ത് തോണ്ടിയെടുത്തുകൊണ്ട് പോകുക, കറി വെച്ച് തിന്നുക. ഒരു കാക്കായും തമ്പിയും അങ്ങനെ പോയി പിടിച്ചപ്പോ എന്തുവാ, 2-3 ദിവസമായിട്ടേ ഉള്ളൊരു പെണ്ണ് മരിച്ചിട്ട് അതിനെ കുഴിച്ചിട്ടതാ. അതിനെ തോണ്ടിയെടുത്ത് കറി വെച്ച് തിന്നോ. അങ്ങനെ ശവക്കറി തിന്നുന്ന ആൾക്കാരും ഉണ്ട് ഉസ്താദെ. സംഘടനകളിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയക്കാർ പോലും ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ആദരിക്കാറുണ്ട്, അവിടെ പോകാറുണ്ട്, ആ ബോഡിയെ ബഹുമാനിക്കാറുണ്ട്. പക്ഷെ അതുപോലും ഇവരുടെ ലോകത്ത് നമ്മൾ കാണുന്നില്ല. ആരിഫിനെ പോലെയുള്ള ആളുകളുടെ ലോകത്ത്, അല്ലെങ്കിൽ അവർ പോരുന്ന ആശയത്തിൽ നമ്മൾ ഇത് കാണുന്നില്ല. അതുകൊണ്ട് ജാഗ്രത പുലർത്തുക. അള്ളാഹുവിന്റെ ദീനിൽ എത്തിച്ചേരാൻ അവസരം കിട്ടിയവർക്ക്, ഹിദായത്ത് കിട്ടിയ മരണം വെച്ചും മയ്യത്തു വെച്ചുമുള്ള നിങ്ങളുടെ മുതലെടുപ്പുകൾ, പള്ളിക്കാരുടെ കള്ളവും കാപഠ്യവും, ഇതാണ് ഇവിടെ തുറന്നു കൊണ്ടുവന്നത് ഉസ്താദെ. അത് തുറന്നു കൊണ്ടുവരുമ്പോഴേക്ക് നിങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ്. നമ്മൾ എത്രമാത്രം വലിയ വെളിച്ചത്തിലാണ് ഉള്ളത് എന്നും ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോയവർ എത്രമാത്രം വലിയ ഇരുട്ടിലാണുള്ളത് എന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസരമാണിത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. നോക്കൂ, നിങ്ങൾ ഇസ്ലാമും ഇവരും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇസ്ലാമിൽ ഒരു ഉമ്മ ആരാണ്? ഇസ്ലാം ഉമ്മയെ ആദരിച്ചതുപോലെ ചരിത്രത്തിൽ എവിടെയും ഉമ്മ ആദരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുകയില്ല, അല്ലേ? ഇസ്ലാമിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പര്യായമാണ്. ആ ഉമ്മയെ ആദരിക്കുക എന്നത് അതൊരു ഐച്ഛിക കർമ്മമല്ല, മറിച്ച് നിർബന്ധമായ ബാധ്യതയാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവിനോട് അടുക്കാനുള്ള മാർഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഉമ്മ, പോറ്റി വളർത്തിയ ഉമ്മ, ഒരു വേള നമ്മുടെ ആശയം സ്വീകരിക്കാത്ത അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു ഉമ്മയാണെങ്കിൽ പോലും ഈ ഭൗതിക ലോകത്ത്. അല്ല ഉസ്താദെ, എന്താ ഉസ്താദെ നിങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കാത്തത്? കാഫിറായിട്ടുള്ള മാതാവിനെ കാണാൻ 2-ാം കെട്ടിയോനോ 3-ാം കെട്ടിയോനോ സമ്മതിക്കാതായപ്പോൾ ഇതല്ല നമ്മുടെ മതം പഠിപ്പിക്കുന്ന മാനവികത. കാഫിറായിട്ടുള്ള ഉമ്മയാണെങ്കിലും പോയി കണ്ട് പരലോകത്തിനു വേണ്ടി യാചിക്കണമെന്നും തെണ്ടണമെന്നും ഒക്കെ എന്താ ഉസ്താദെ പഠിപ്പിച്ചു കൊടുക്കാത്തത്? പോട്ടെ, നബി സ്വന്തം മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഉസ്താദെ ഖുർആൻ പറഞ്ഞത്? കാഫിറായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന്. ഒന്ന് പോ ഉസ്താദെ, മതത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരോട് പോയി പണം ഉസ്താദെ നമ്മളോട് പറഞ്ഞുകൊണ്ട് വരല്ലേ. നന്ദി.